ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിൽ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കനകച്ചിലങ്ക എന്നുള്ള യൂണിറ്റ്. എല്ലാ കൂട്ടരും കനകച്ചിലങ്കയിലെ ക്ലാസ് കണ്ട് കരുതും. നമ്മൾ എല്ലാ യൂണിറ്റിന്റെ ക്ലാസ്സുകളും ചാപ്റ്റർ വൈസ് ഓരോ പാഠങ്ങളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നമ്മൾ മലയാളത്തിന്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ പാഠങ്ങളും ഫുൾ പാഠം നമ്മൾ റീഡ് ചെയ്യുന്നു, അതേപോലെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കവിതയാണെങ്കിലും ആശയങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ ഓരോ ചോദ്യത്തിന്റെ ഉത്തരങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട്. ഓരോ ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ്. മലയാളത്തിന്റെ മാത്രമല്ല, ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും ടോപ്പേഴ്സ് വേൾഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ക്ലാസ്സുകൾ വേണമെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ യൂണിറ്റ് ടെസ്റ്റിന്റെ, അതായത് ക്ലാസ് ടെസ്റ്റിന്റെ ക്ലാസ്സുകൾ കൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കനകച്ചിലങ്ക എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിന്റെ മൂന്നാമത്തെ യൂണിറ്റ് ടെസ്റ്റുമായിട്ടാണ്. കനകച്ചിലങ്കയ്ക്ക് 3 യൂണിറ്റ് ടെസ്റ്റാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് 2 യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റിന്റെ ലാസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠങ്ങൾ കാനന ഉത്സവം, നിറങ്ങളുടെ നൃത്തം, പടയുടെ കെടുതി, ഇങ്ങനെ ഈ 3 പാഠങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 3 പാഠങ്ങളിൽ വരുന്ന ചോദ്യങ്ങളാണ് യൂണിറ്റ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ടോട്ടൽ മാർക്ക് 25 ആണ് കേട്ടോ. 25 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. എന്താ ഒന്നാമത്തെ പ്രവർത്തനം? ഇതിൽ ഏതെല്ലാം പരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അടയാളപ്പെടുത്തുക. വളരെ സിമ്പിൾ ആയിട്ടാണ് അല്ലേ? അതായത് ഇവിടെ കുറേ പരിപാടികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ പരിപാടികളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അതെന്ത് ചെയ്യുക? ടിക്ക് ഇടാനാണ് പറയുന്നത്. 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. ഏതൊക്കെ പരിപാടിയാണെന്ന് റീഡ് ചെയ്യാം. മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, പാട്ട്, നൃത്തം, ഫാഷൻ ഷോ, ഡിസ്കോ. അപ്പോൾ ഇതിൽ ഏതൊക്കെ കളികളാണ് ഏതൊക്കെ പരിപാടികളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് അതെന്ത് ചെയ്യുക? ടിക്ക് ഇടുക. അത്ര ചെയ്യേണ്ടുള്ളൂ. അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം, സ്കൂൾ കലോത്സവത്തെ കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതുക. അതായത് സ്കൂൾ കലോത്സവത്തെ കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം. ഇത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നതാണ് അല്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് തീർച്ചയായിട്ടും അറിയുന്ന ചോദ്യം തന്നെയാണ്. 5 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ കുഞ്ഞരിപ്രാവ് എന്തൊക്കെയാണ് ആ സ്കൂൾ കലോത്സവത്തെ കുറിച്ച് ആര് കണ്ടു? കുഞ്ഞരിപ്രാവ് കണ്ടു. കുഞ്ഞരിപ്രാവ് വന്നിട്ട് അതെന്ത് ചെയ്യണം? വിവരിക്കണം അല്ലേ? എന്തൊക്കെയാണ് അവിടെ കണ്ടെന്നുള്ളത് വിവരിച്ച് പറയണം. അങ്ങനെയുള്ള ഒരു വിവരണമാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം. അതാണ്. അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം, നിങ്ങളുടെ നാട്ടിലെ ഒരു കലാരൂപത്തെ കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് കലാരൂപങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു കലാരൂപത്തെ കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കി എഴുതുക. വെറും വിവരണം മാത്രം പോരാ. ഏത് കലാരൂപമാണെന്നുള്ളത് എന്ത് ചെയ്യണം? തലക്കെട്ടായിട്ട് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അതിന്റെ ചിത്രം കിട്ടുകയാണെങ്കിൽ അതുകൂടെ ഒന്ന് ഒട്ടിക്കുക. ആ കലാരൂപത്തിന്റെ ചിത്രം കിട്ടുകയാണെങ്കിൽ അതുകൂടെ ഒട്ടിച്ച ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ വിവരണം തയ്യാറാക്കുക. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ കലാരൂപത്തെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കലാരൂപത്തെ കുറിച്ച് ഒരു വിവരണം തീർച്ചയായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? എല്ലാ കലാരൂപത്തെ കുറിച്ച് പറഞ്ഞാൽ അത്രയും നല്ലത്. അപ്പൊ ഏതെങ്കിലും ഒരു കലാരൂപത്തെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ കലാരൂപത്തെ കുറിച്ച് വിവരിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുകയാണ് നമ്മുടെ മൂന്നാമത്തെ പ്രവർത്തനം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നാലാമത്തെ പ്രവർത്തനം, ഈ കലാരൂപങ്ങൾ തമ്മിലുള്ള സാമ്യവും വ്യത്യസ്തവും എഴുതുക. ഇവിടെ 2 കലാരൂപമാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? കഥകളി, പടയണി. ഈ 2 കലാരൂപങ്ങൾ തമ്മിലുള്ള സാമ്യം എന്തൊക്കെയാണ്? സിമിലാരിറ്റി. സാമ്യം വെച്ചാൽ ഒരേപോലെയുള്ളത് എന്തൊക്കെയാണ്? വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെയാണ്? അങ്ങനെയാണ് എഴുതാൻ പറഞ്ഞത്. വ്യത്യസ്തമായി കാണുന്നത് എന്തൊക്കെയാണ്? ഒരേപോലെയുള്ളതായിട്ട് തോന്നുന്നത് എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ഈ 2 ഈ ചോദ്യം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈ ചോദ്യം. അതിന് ഉത്തരം നമ്മൾ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ക്ലാസ് കണ്ടു നോക്കുക. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിലുണ്ട്, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തതിലുണ്ട്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കലാരൂപവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തീർച്ചയായിട്ടും എക്സാമിന് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇത്. അടുത്തത് 5ാമത്തെ പ്രവർത്തനം, നമ്മുടെ നാട്ടിൽ മലിനീകരണം കൂടുകയാണ്. മലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു തുള്ളൽ പാട്ട് എഴുതുക. അതായത് മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് തുള്ളൽ പാട്ട് എഴുതാൻ പറയുന്നത്. ഒരു 5-6 വരി ഉണ്ടാക്കി എഴുതുക. എന്തായിരിക്കുന്ന വിഷയം എന്താണ്? മലിനീകരണം അല്ലേ? മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഒരു തുള്ളൽ പാട്ട് ഉണ്ടാക്കി എഴുതുന്നതാണ് നമ്മുടെ 5ാമത്തെ പ്രവർത്തനം. അപ്പോൾ 5 പ്രവർത്തനങ്ങളാണ് നമ്മുടെ ലാസ്റ്റ് പാർട്ട് യൂണിറ്റ് ടെസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. 3 യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് യൂണിറ്റിന്. 3ഉം ചെയ്ത് നോക്കുക. കണ്ടിട്ട് അത് എഴുതി, വെറുതെ കണ്ടാൽ മാത്രം പോരാ, ഉത്തരങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.
തീർച്ചയായും നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ വളരെ വളരെ വാല്യുബിൾ ആണ് നിങ്ങൾ ഓരോരുത്തരുടെയും കമൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടോപ്പേഴ്സുകളെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഏതൊക്കെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള വളരെ വിലയേറിയ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു.